ഡോക്ടർ ഈ ഒരു അസുഖം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടോ? അങ്ങനെയല്ലാണ്. തിരിച്ച് നമുക്ക് ഒരു റിലേറ്റഡ് ഡിസീസസ് വെച്ച് നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഈ ലൈക്ക് ഇപ്പോ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പോ ആവട്ടെ, ഹൈപ്പോ തൈറോയ്ഡ് ആവട്ടെ വോട്ടെവർ. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കോമൺ ആണ്. അത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഭയങ്കര കോമൺ ആണ്. പിന്നെ ഹാർട്ട് ഡിസീസസ്. ഈ 3 മെയിനായിട്ട് പറയുന്ന സംഭവങ്ങള്. ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഷോൾഡർ എന്നുള്ളതല്ല, ഓൾമോസ്റ്റ് എല്ലാ ജോയിന്റ്സും അഫക്റ്റഡ് ആവും. അത് ഉറപ്പാണ്. അതൊരു പെർട്ടിക്കുലർ ഏജും പെർട്ടിക്കുലർ ഇയേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് വന്നിട്ട് അത്രയും ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതാണ് മെയിൻ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രോമ. ഇപ്പൊ ഏത് വല്ല ആക്സിഡന്റ്സോ അല്ലെങ്കിൽ വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻജ്വറി, എന്തെങ്കിലും ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻജ്വറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മള് വീണ്ടും റെസ്റ്റിലേക്ക് പോണം. ഇപ്പോ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാലും ശരി, ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാലും റെസ്റ്റിലേക്ക് പോകും. അപ്പൊ ആ ടൈമില് ഷോൾഡർ മറ്റ് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് പയ്യെ 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 ഫ്രോസൺ ഷോൾഡറിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്.